വിവാദ പ്രസംഗവുമായി കായംകുളം എം.എൽ.എ. യു പ്രതിഭ. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയുടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണിയുടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറും എന്നുമാണ് എം.എൽ.എയുടെ പരാമർശം. അത് നിർത്താൻ ആവശ്യപ്പെട്ട് തുണിയുടുത്തു വരാൻ പറയണം. ഇതിന്റെ പേരിൽ സദാചാരം എന്ന് പറഞ്ഞ് തന്റെ നേരെ വരരുത് എന്നും യു പ്രതിഭ പറയുന്നുണ്ട്. മോഹൻലാലിന്റെ ടെലിവിഷൻ ഷോയ്ക്കും വിമർശനമുണ്ട്. മോഹൻലാൽ നടത്തുന്നത് ഒളിഞ്ഞുനോട്ട പരിപാടി എന്നാണ് വിമർശനം. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വായ്പോകളാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറി. വർത്താനം പറയണമെന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാൻ എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. പിന്നെ തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഒരു ദിഗംബരന്മാരായിട്ട് നടക്കണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല. ഉണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. എന്താ അങ്ങനെ ദിഗംബരൻ വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ? ദിഗംബരനാണോ? ദിഗംബരനാണ്. സോറി, ഞാൻ തെറ്റാ പറഞ്ഞെങ്കിലും. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ സമയത്തുള്ള ഒരു കാര്യം പറയണം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നൊക്കെ അത് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വാങ്ങിയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയ എന്നുള്ള നൈതികന എന്നൊക്കെ പറഞ്ഞാൽ നാളെ എന്നെ ഏറെ കേൾക്കുന്നുണ്ട്. പൊന്നമ്മോ ആവശ്യമുണ്ട് എനിക്ക്. ഇവിടെ മീഡിയ ഒന്നും ഇല്ലല്ലോ അല്ലെ? പൊതുവെ ഭയമാണ് കേട്ടോ. പറയുമ്പോൾ ഭയം എന്ന് വെച്ചാൽ വെറുതെ വരുന്നവരും പോകുന്നവരും എല്ലാം ഇരുന്ന് നമ്മളെല്ലാം അത്തരം ചില ചിന്തകളിൽ നമ്മൾ മാറണം. നാടകക്കാർ എന്തുകൊണ്ടാണ് ഒരു നാടക നടനെ ഒരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത്? വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ഇത് ഏത് വേദിയിലായിരുന്നു ഇത്തരത്തിൽ യു പ്രതിഭ എം.എൽ.എ. സംസാരിച്ചത്? അഭിലാഷ്, കായംകുളത്ത് സംഘടിപ്പിച്ച നളന്ദ സാംസ്കാരിക വേദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട നാടക പ്രവർത്തകരുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിമർശനം യു പ്രതിഭ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൽ സിനിമാ താരങ്ങളെ വളരെ മോശമായി തന്നെയാണ് യു പ്രതിഭ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ തുണിയെടുക്കാതെ താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഉദ്ഘാടനങ്ങളിലും മറ്റും ഇപ്പോൾ വിളിക്കുന്നത് തുണി ഉടുക്കാത്ത താരങ്ങളെയാണ് എന്നുള്ളതാണ് പ്രതിഭ വിമർശിച്ചത്. മാത്രമല്ല, കേരളത്തിലുള്ളവർ ഇത്ര വായ്നോക്കികളാണോ എന്നുള്ള ചോദ്യം കൂടി എം.എൽ.എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത്തരക്കാരെ ഉദ്ഘാടനങ്ങൾ വിളിക്കുന്ന രീതി അത് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രതിഭ പറയുന്നത്. മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്. തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മാന്യമായ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത്തരക്കാരെ ഒഴിവാക്കണം എന്നുള്ള വിമർശനവും ഒപ്പം തന്നെ അത്തരത്തിൽ പരസ്യമായ രീതിയിലുള്ള ഒരു സദാചാര രീതിയിലുള്ള ഒരു സംഭാഷണമായിരുന്നു എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനൊപ്പം തന്നെ മോഹൻലാലിനെതിരെയുള്ള വിമർശനവും എം.എൽ.എ. ഉന്നയിച്ചു. മോഹൻലാലിന്റെ സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന പരിപാടിക്കെതിരെയായിരുന്നു വിമർശനം. മോഹൻലാലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അടക്കം നേടിയ മഹാനായ നടനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്, മറ്റുള്ളവർ ഉറങ്ങുന്നതടക്കം ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയിൽ ഉള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇറുങ്ങിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നു. അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ള ഓർമ്മ വേണം എന്നുള്ള രീതിയിൽ വിമർശനം ഉന്നയിച്ചു. ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല, അവർ വന്നാൽ വിജയുടെ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട അപകടം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ജനാധിപത്യത്തിൽ വരേണ്ടത് താരരാജാക്കന്മാരല്ല, സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പണിയെടുത്ത അനുഭവ പരിചയമുള്ള പച്ചയായ മനുഷ്യരാണ് വരേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തോടെ പറയാൻ നമ്മൾ തയ്യാറാവണമെന്നുള്ള കാര്യം കൂടി പ്രതിഭ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ പ്രതിഭയുടെ വാക്കുകൾ അത് ഏത് തരത്തിൽ വിലയിരുത്തുമ്പോൾ പോലും പുതിയ കാലഘട്ടത്തിന് നിരക്കാത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നല്ലോ. ഒരു ഭാഗത്ത് പ്രതിഭ അടക്കം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഭക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യൻ എന്ത് കഴിക്കണം എന്തുടുക്കണം എന്നതൊക്കെ അവൻ്റെ സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോഴാണ് ഒരു താരം
വസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ അല്പവസ്ത്രം ധരിച്ചോ ഒക്കെ വരുന്നത് അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ആണ്. അവിടെ പങ്കെടുക്കേണ്ടതില്ല എങ്കിൽ അവിടെ നിന്ന് മറ്റുള്ളവർക്ക് മാറി നിൽക്കാം എന്നുള്ളതാണല്ലോ. അവിടെയാണല്ലോ ഇത്തരത്തിൽ യു പ്രതിഭ ഒരു പരാമർശം നടത്തുന്നത്. അതല്ലെങ്കിൽ താരരാജാക്കന്മാരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരരുത് എന്ന് പറയുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്തവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും മന്ത്രിപദം വരെ നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ഇതായിരിക്കണം പണി, ഈ രീതിയിലായിരിക്കണം രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഓരോ വാചകങ്ങൾ എടുക്കുമ്പോഴും അത് യുക്തിക്ക് നിരക്കാത്തതായി തന്നെയല്ലേ മനസ്സിലാക്കേണ്ടി വരുന്നത്? അഭിലാഷ്, ഇത്തരത്തിൽ വ്യക്തിപ്രാധാന്യം കെട്ടി തന്നെ മുന്നേറി വന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ യു പ്രതിഭ. പ്രത്യേകിച്ച് ഇവിടെ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള അവരുടെ പ്രസംഗത്തിന്റെ തുടക്ക ഭാഗം തന്നെ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചായിരുന്നു. മക്കൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയാണ് പിന്നീട് ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് കടന്നു വന്നത്. അതിൽ തന്നെ ചലച്ചിത്ര താരങ്ങൾക്കെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാടക അഭിനയം അല്ലെങ്കിൽ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. പക്ഷെ ഇവിടെ അത്തരമൊരു പ്രാധാന്യം സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കൊന്നും ലഭിക്കുന്നില്ല. മറിച്ച് സിനിമാ താരങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ള വിമർശനം തുടങ്ങി വെക്കുന്നു. അതിനുശേഷമാണ് അവർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരി അതിലേക്ക് വരാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയുടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണിയുടുക്കാത്ത താരം എന്നാൽ എല്ലാവരും ഇടിച്ചു കയറും എന്നുമാണ് യു പ്രതിഭ MLA-യുടെ വിമർശനം. അതോടൊപ്പം തന്നെ നടൻ മോഹൻലാലിനെയും വിമർശിക്കുന്നുണ്ട്. ഒരു ടെലിവിഷൻ ഷോയെക്കുറിച്ചാണ് പറയുന്നത്. അത് ബിഗ് ബോസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. യു പ്രതിഭയെ പോലെയുള്ള ഒരു MLA, അതും ഇടതുപാളയത്തിൽ നിന്നുള്ള ഒരു MLA ഇത്തരത്തിൽ പരാമർശിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒന്നാമത്തെ കാര്യം, യു പ്രതിഭ മാഡം ഈ തുണി ഉടുക്കാത്ത അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളായ നടിമാരെ കുറിച്ച് പറഞ്ഞത് വളരെ സ്വാഗതാർഹവും പൂർണ്ണമായ പിന്തുണയും നൽകുന്നു. ഇതൊക്കെ ഞാൻ അടക്കമുള്ള ആൾക്കാർ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ പ്രധാന ഉദ്ഘാടകർ ആരാ? ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു വരികയും ആ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ആംഗിളിൽ ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലെ പ്രധാന ഉദ്ഘാടകർ. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതുപോലുള്ളവരായിരുന്നില്ല നമ്മുടെ മുമ്പത്തെ ഉദ്ഘാടകർ. സുകുമാർ കൊട്സാറിനെ പോലെയോ അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങൾ പറയുന്നതോ സാംസ്കാരിക കാര്യങ്ങൾ പറയുന്നതോ ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് ഡ്രസ്സിന്റെ നീളം പരമാവധി കുറച്ചു വരുന്നവരെ കുറിച്ചല്ലേ. ഇത് തന്നെ കുറച്ചു ദിവസവും മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഫസൽ ഗഫൂർ സാറും പറഞ്ഞിരുന്നു, പണ്ട് മാറു മറയ്ക്കാനായിരുന്നു സമരം, ഇന്ന് മാറു തുറന്നു കാട്ടാനാണ് സമരം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നിഷ്പക്ഷമായും ഈ നാട്ടിലെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, പരമാവധി ക്ലീവേജ് കാണിച്ചു വരികയും ശരീരഭാഗങ്ങൾ കാണിച്ചു വരികയും ചെയ്യുന്ന അഭിനേത്രിമാരാണോ നമ്മുടെ ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്? സ്കൂൾ മുതൽ ഉദ്ഘാടനം ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അവർ ഉദ്ഘാടനം ഞാൻ പോകേണ്ടതില്ലെങ്കിൽ എനിക്ക് പോകാതിരിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ അല്പവസ്ത്രധാരികളായ ഒരു നടിയും ഒരു നടനും നിങ്ങൾ വരൂ, നിങ്ങൾ വന്നേ പറ്റൂ എന്നൊന്നും ശാഠ്യം പിടിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവർ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അവർ ഉദ്ഘാടനം ചെയ്യുന്നു, പോകുന്നു. അവിടെ മറുപടി പറയാം. അതിന് കൃത്യമായ മറുപടി. ഉദാഹരണം പേരെടുത്തു, നമ്മളെല്ലാം ആദരിക്കുന്ന വളരെ മികച്ച അഭിനേത്രിയായ നമ്മുടെ അമല പോൾ എറണാകുളത്തെ സെയിന്റ് ആൽബർട്ട്സ് എന്ന് പറയുന്ന പ്രശസ്തമായ സരസ്വതി ക്ഷേത്രം വിദ്യാലയത്തിൽ പോകുന്നുണ്ട്. ഏറ്റവും റിവീലിംഗ് ആയിട്ടുള്ള ടോപ്പ് വിട്ട് അവിടെ പോകുന്നത് ഒരു സ്കൂളിന്റെയോ കോളേജിന്റെയോ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയോ സാഹചര്യത്തിന് അനുകൂലമാണ്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും അവരങ്ങനെ നൈറ്റ് ക്ലബിൽ പൊക്കോട്ടെ, ആർക്കും എതിരല്ല. അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടേക്ക് ആരാണ് വിളിക്കുന്നത്? അവിടുത്തെ പിള്ളേരാണ് വിളിക്കുന്നത്. ആ പിള്ളേരുടെ കൾച്ചർ മാറ്റുന്നത് ആർക്കാണ് പ്രശ്നം? അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കാര്യം പിള്ളേരാണ്, അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. സമൂഹത്തിന് കുറച്ച് എത്തിക്സ് ഉണ്ട്, ഫാമിലി വാല്യൂസ് ഉണ്ട്. കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, കോളേജിൽ അറിയില്ല എന്നല്ല, ഇത് ഇത്തരം എക്സ്പോസിംഗ് ആയിട്ടുള്ള കൾച്ചർ നമ്മൾ നിർത്തണം. സണ്ണി ലിയോണിമാരല്ല, അമലാപ്പോളും സണ്ണി ലിയോണി. രാഹുൽ ഈശ്വർ, എന്റെ മിതമായ സംശയം, ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ പൂർവികർ ഉണ്ടല്ലോ, അവരുടെ വസ്ത്രധാരണ രീതികളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയല്ലേ രാഹുൽ വസ്ത്രം ധരിക്കുന്നത്, രാഹുലിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അത്തരം വസ്ത്രധാരണ രീതികളാണ് ഇഷ്ടമെങ്കിൽ അവരത് ധരിക്കട്ടെ എന്നല്ലേ നമുക്ക് പറയേണ്ടതുള്ളൂ. അതിൽ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ പൂർവികരും താങ്കളുടെ പൂർവികരും മരവുരികൾ ധരിച്ചായിരുന്നു. അതിനും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാട്ടിലായിരുന്നു. അതിലൊരു തർക്കവുമില്ല.
അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ താങ്കൾ ഈ രീതിയിൽ പറഞ്ഞ നടക്കാൻ പറ്റുമോ? നഗ്നതയിൽ നിന്ന് മരവുരുവിലേക്ക് മാറുന്നുവെങ്കിൽ, പിന്നീട് പച്ച ഇലകൾ ധരിച്ചുവെങ്കിൽ, പിന്നീട് വസ്ത്രങ്ങൾ ധരിക്കുന്നുവെങ്കിൽ, അതിൽ നിന്ന് ചിലപ്പോൾ റിവേഴ്സ് ആയി പോക്കുണ്ടാകുമെന്നേ. അത് കാലഘട്ടമാണ് തീരുമാനിക്കുക. നമ്മൾ സംസ്കാര സമ്പന്നമായി മുമ്പോട്ടല്ലേ പോകേണ്ടത്, പിമ്പോട്ടാണോ അല്ല, പോകേണ്ടത്? അതാണോ സംസ്കാരത്തിന്റെ ഐഡന്റിറ്റി എന്നുള്ളതാണ് നമുക്കറിയില്ലാത്തത്. സംസ്കാരത്തിന്റെ ഐഡന്റിറ്റിയുടെ ഏറ്റവും പ്രധാന കാര്യങ്ങളിലൊന്ന് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ്, ശരീരഭാഗങ്ങൾ അതാണ് പ്രദർശിപ്പിക്കാൻ. ഞാൻ രാഹുൽ താങ്കൾ പറയുന്ന ഈ മാന്യമായ വസ്ത്രധാരണം എന്നത് കാലഘട്ടമല്ലേ നിശ്ചയിക്കുക എന്നുള്ളതാണ് എന്റെ സംശയം. ആ കാലഘട്ടം നിശ്ചയിക്കുന്നതാണ് യു പ്രതിഭ MLA പറയുന്നത്. അങ്ങനെയാണ് ഒരുപാട് പേർ, ഫസൽ ഗഫൂർ സാർ പറയുന്നത്, രാഹുൽ ഈശ്വർ പറയുന്നത്. കാര്യം നമ്മുടെ സ്കൂളുകളും കോളേജുകളും സെക്ഷുവലൈസ് ചെയ്യപ്പെടരുത്, കമോഡിഫിക്കേഷൻ ചെയ്യപ്പെടരുത്, ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്യപ്പെടരുത്. സ്ത്രീ ശരീരത്തെ ഭോഗവസ്തുവായി കാണിക്കുന്ന വിൽപ്പന ചരക്കാക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കുക, IPL ക്രിക്കറ്റ് മാച്ചിനിടയിൽ പോലും മൈക്രോ മിനി സ്കർട്ട് ഇടുന്ന പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നത് പെൺകുട്ടികളെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ, ക്രിക്കറ്റിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? സ്ത്രീ ശരീരം വിൽക്കുകയാണ്. സ്ത്രീ ശരീരത്തെ ഉപഭോഗ വസ്തുക്കളായി കണ്ട് കമോഡിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ ഫെമിനിസം എന്ന് വിളിച്ച്, അതിനെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് വിളിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ പണ്ട് ദ്രൗപദി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപദി കരയുകയായിരുന്നു. കൃഷ്ണൻ വന്ന് ദ്രൗപദിയെ രക്ഷിച്ചു. ഇന്ന് കൃഷ്ണനെ സദാചാര പോലീസ് എന്ന് വിളിക്കും. ശ്രീകൃഷ്ണൻ വന്ന് ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്താൽ നീ ആരാ എനിക്ക് അത് പക്ഷേ ദ്രൗപദി കരഞ്ഞപ്പോഴാണ് ശ്രീ രാഹുൽ ഈശ്വർ. താങ്കൾ എന്താണ് ഇങ്ങനെ ചരിത്രത്തെ, അല്ലെങ്കിൽ ഇത് മിത്താകട്ടെ എന്ന് പറഞ്ഞേ? അവിടെ എവിടെയാണ് കൃഷ്ണൻ ഇടപെട്ടത്? അല്ലല്ല, താങ്കൾ പറയൂ രാഹുൽ ഈശ്വർ. കൃഷ്ണൻ ഇടപെട്ടത് കൃഷ്ണന്റെ താല്പര്യാർത്ഥമല്ല, ദ്രൗപദി കരഞ്ഞപ്പോഴും കേണപ്പോഴുമാണ്. അത് ദ്രൗപദിക്ക് പ്രശ്നമുണ്ടായിരുന്നു. താങ്കൾ പറയുന്ന കോൺഗ്രസ് കൂടെ യോജിക്കാൻ പറ്റില്ല. കാരണം ഈ വസ്ത്രം ധരിക്കുന്ന സ്ത്രീക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ, അതിൽ ആർക്കാണ്, അതായത് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൽ ഇടപെടണം. അതിനപ്പുറത്ത് ഈ ധരിക്കുന്ന സ്ത്രീക്ക് പ്രശ്നമില്ല, വിളിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല, അവിടെ വന്ന ആളുകൾക്ക് പ്രശ്നമില്ല എങ്കിൽ അവിടെ കൃഷ്ണൻ ചമയേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ അവിടെയാണ് ഒറ്റക്കല്. താങ്കൾ പറഞ്ഞാണ് പോയിന്റ്. പണ്ടത്തെ ദ്രൗപദിമാർക്ക് ഈ വിഷയത്തിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദ്രൗപദിമാർ റീലിനും ലൈക്കിനും റീച്ചിനും വേണ്ടി ശരീരഭാഗങ്ങൾ കാണിക്കാൻ തയ്യാറാകുകയാണ്. അതായത് അവർക്ക് പ്രശ്നമില്ല എങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, ദ്രൗപദിയുടെ സ്വാതന്ത്ര്യമല്ലേ അത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് കാലഘട്ടം മാറുമ്പോൾ പുതിയ ദ്രൗപദിമാർക്ക് വസ്ത്രം ധരിക്കാത്തതാകാൻ താല്പര്യം, അതല്ലേ അവരുടെ സ്വാതന്ത്ര്യം. വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സെക്ഷുവൽ അനാർക്കി, ലൈംഗിക അരാജകത്വമുള്ള ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ലൈംഗിക അരാജകത്വമുള്ള ലോകത്തിലൂടെ വസ്ത്രം മാത്രമാണോ ലൈംഗിക അരാജകത്വത്തെ തീരുമാനിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു നരാധമന് ശിക്ഷ നൽകുന്നുണ്ട്. ആ കുട്ടിയുടെ ഏത് വസ്ത്രമാണ് രാഹുൽ ഈശ്വർ അയാളെ പ്രേരിപ്പിച്ചത്? അതുപോലുള്ളവർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇതുപോലുള്ളവർ ചെയ്യുന്നത്. അതായത് ഇത്രമാത്രം ഈ സ്ത്രീപീഡകരുള്ള ലോകത്ത് അതുപോലുള്ളവർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ഈ നടിമാര് ചെയ്യുന്നത്. കാര്യം സമൂഹത്തിൽ ഈ അമിതമായ ലൈംഗികാസക്തി എന്നുള്ള കാര്യം കടത്തിവിടുകയും അത് സമൂഹത്തിന്റെ ലൈംഗികാസക്തി എന്നത് പുരുഷന് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലല്ലോ, ആണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇത് 2 പേർക്കും ഉണ്ട്. പക്ഷെ കുറെ കൂടെ മാന്യമായി വസ്ത്രം ധരിക്കണം. അല്ല പേരെടുത്തും കൂടെ പറഞ്ഞാൽ, ഇനി വ്യക്തമായ പേരെടുത്തും കൂടെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ ഏറ്റവും ബഹുമാനാർത്ഥം ഞാൻ ശ്രീമതി ഹണീർ അല്ലെങ്കിൽ കുമാരി ഹണീറോസിനെയും കുമാരി റിനിയെയും വിമർശിച്ചത്. ആ വിമർശനം തന്നെയല്ലേ ഇന്ന് യു പ്രതിഭ MLA മറ്റൊരർത്ഥത്തിൽ പേരെടുക്കാതെ പറഞ്ഞത്. ശരി, ഞാൻ സമയപരിമിതിയുണ്ട്, അതല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ ഇടപെടുകയാണ്. പരസ്യത്തിന്റെ കൊമേഴ്സ്യൽ ബ്രേക്കിന്റെ സമയമാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ. ഒരു കാര്യം പറയുന്നു, യു പ്രതിഭയ്ക്കും രാഹുൽ ഈശ്വറിനുമൊക്കെ അവരുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു ഇടപെടലായി ഈ വിഷയത്തെയോ നോക്കിക്കാണേണ്ടതില്ല. പക്ഷേ ആ അഭിപ്രായം സമൂഹത്തിന് നിരക്കുന്നതാണ്, പുതിയ കാലഘട്ടത്തിന് നിരക്കുന്നതാണോ എന്നതിലാണ് സംശയം.